യാത്ര പോവുകയാണ് ബ്രസൽസിലേക്ക്. അപ്പോൾ വെൽക്കം എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രസൽസിലെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു രാജ്യത്താണ്, ബെൽജിയം. അതായത് ബ്രസൽസിലാണ് എക്സാക്ട്ലി. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പോൾ നേരെ നമ്മൾ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കഥകൾ പറയാം, എയർപോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും. എയർപോർട്ടിൽ നമ്മുടെ സൈൻ ബോർഡൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഡച്ചും ഫ്രഞ്ചും ഇംഗ്ലീഷും സംസാരിക്കും. ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കുറച്ച് ദൂരം നടക്കാറുണ്ടല്ലേ, കുറച്ചധികം ദൂരം നടക്കാറുണ്ട്. ട്രെയിൻ സ്റ്റേഷൻ ഇപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം കേട്ടോ, ബ്രസൽസ് സൂയിറ്റ് റാഡിസണിലാണ് സ്റ്റേ. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഈ വെൻഡിങ് മെഷീനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു US ഒരു അമ്മൂമ്മ ഇതേമാതിരി ടിക്കറ്റ് എടുക്കാൻ പറ്റാണ്ട് ഞാൻ സഹായിച്ച് കറക്റ്റ് അറിയില്ല, എന്തായാലും ടിക്കറ്റ് 36 കിട്ടി. അപ്പോൾ നമ്മൾ താഴെയാണ്, എയർപോർട്ടിൻ്റെ താഴെയാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ബ്രസൽസ് ട്രെയിൻ സ്റ്റേഷൻ ഗൈസ്. ചോപ്പ് സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ. ചുമപ്പ് ഫുള്ള് ചുമപ്പിൻ്റെ ഒരു തീമാണ്. ട്രെയിന് വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ട്രെയിൻ കണ്ടായിരുന്നു, വൈറ്റും റെഡ് കളറ്, വൈറ്റും റെഡ്. ക്ലാസ് മാറി കയറിയിട്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എത്രയാണ് മൊത്തം? നമുക്ക് 20 രൂപ, ഒരാൾക്ക് 10 യൂറോ. പക്ഷേ ഒരാൾക്ക് 10 യൂറോ കൂടുതലല്ലേ? ആപ്പിലാണ് സ്കാൻ ചെയ്യുന്നത്. എന്തോ ആപ്പ് ഉണ്ട് തോന്നുന്നുണ്ട്, നമുക്ക് ആപ്പ് തപ്പി വെക്കാം. എന്തായാലും 10 യൂറോ കൂടുതലാണ്. ഏകദേശം അത്ര ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററാണ്, അത്രയൊക്കെ ഉള്ളൂ. ഒരു കാറിൽ അരമണിക്കൂറിൻ്റെ ദൂരമുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇവിടുന്ന് ഇനിയൊരു സമയമുണ്ടല്ലേ, വരും, ഒരു 2-3 മിനിറ്റിൽ വരുന്ന. ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു നീലമയമാണ്. നമ്മൾ ബ്രസൽസ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പാണ്. നമ്മളിനി നമ്മുടെ ഹോട്ടലിലേക്കുള്ള വഴി തപ്പി നടക്കുകയാണ്. ബ്രസൽസിൽ നിറയെ പിക്ക് പോക്കറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു ഇത് കേട്ടാൽ, മീൻ ട്രെയിനിൽ ഒരു അനൗൺസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ. അതന്നെ പാർക്കിംഗ് ഇതാ റാഡിസൺ, അതാ നേരെ കാണുന്നതാണ് റാഡിസൺ അല്ലേ, അതുകൊള്ളാം. നേരെ ട്രെയിൻ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റാണ് റാഡിസൺ. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സംഭവം ഈസി ആയല്ലോ. ഇപ്പോൾ ഇവിടേക്ക് പോകാൻ അത് മെട്രോ ട്രാം ആണെന്ന് തോന്നുന്നു. ഇത് റെയിൽവേ സ്റ്റേഷൻ, ഇത് ഹോട്ടൽ, അതുകൊള്ളാലോ. ഏർലി ചെക്കിങ് കിട്ടിയില്ല പക്ഷേ, കാരണം എല്ലാം ബുക്ക്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും ഒരു തരുണ്ടാവില്ല, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ നമ്മളിതാ ബാക്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി, അവിടെ നമ്മുടെ ഒരു ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ചു. ഇനി നമ്മൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് കടക്കുകയാണ്. വിശാലമായിട്ടുള്ള ബ്രസൽസ് നഗരത്തിലെ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾക്കിടയിലൂടെ നമ്മൾ ഗ്രാൻഡ് പ്ലേസിൽ കാലുകുത്തിരിക്കുകയാണ്. ഇവിടെ ടിപ്പിക്കൽ എന്ന് വെച്ചാൽ വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുടെ കളറൊക്കെ ഒരു വെള്ള കളറാണ്, കളർഫുൾ അല്ല, ഒരു കോമൺ കളറാണ്. കാണിക്കാം. ഇവിടെ ആരുടെയും പ്രതിമയുണ്ട്. ഒരുപാട് ആൾക്കാരില്ല കേട്ടോ, ടൂറിസ്റ്റുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു എന്നൊന്നും പറയാനില്ല. അത് മേലെ കൂടെ ഒരു ഫ്ലൈറ്റ് വേണം. One of the beautiful town squares in the world. One of the beautiful town squares in the world എന്നാണ് സ്വാതി പറഞ്ഞിരിക്കുന്നത്. ഗ്രാൻഡ് പ്ലേസ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി, പക്ഷേ ടാപ്പ് ആൻഡ് പേ ഉണ്ട് ബസ്സിൽ. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാതിയുടെ 8 യൂറോ പോയി. ആക്ച്വലി ഒരു 5-60 ചിലവേ ഉള്ളൂ, പക്ഷേ 8 യൂറോ അങ്ങനെ പോയെന്ന് മനസ്സിലായില്ല. ഇനി ഇവർ പറഞ്ഞ് മനസ്സിലാക്കിയ പൈസ തിരിച്ച് ഒഴിക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് പാസ് ഉണ്ട്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ പേര് എസ് പി സംതിങ്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് മേടിക്കാം കേട്ടോ. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർ ജേർണി ടിക്കറ്റ്, ഈ ടിക്കറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും ചെയ്യാം, പാസ് എടുക്കാം. 10 ജേർണിക്ക് വേണ്ടി ഒറ്റ പാസ്, അതിന് ഏകദേശം 18 യൂറോടെ അവനെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബസ് കയറുമ്പോൾ ആ ടിക്കറ്റ് ഡിജിറ്റൽ ടിക്കറ്റ് എടുക്കാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ കാർഡ് കിട്ടും, കാർഡ് വേണമെങ്കിൽ കാർഡ് മേടിക്കാം. അങ്ങനെയാണ്. നമ്മളുടെ വാഫിൾസ് എത്തിയിരിക്കുകയാണ്. ഇത് ബെൽജിയം വാഫിൾസ്. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് ചോക്ലേറ്റും, അതായത് സാധാ ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും
ആഡ് ചെയ്തത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബെൽജിയത്തിലെ ഫേമസ് ആയിട്ടുള്ളത് ചോക്ലേറ്റ്സ് ആണ്, വാഫിള് ചോക്ലേറ്റ്സ്. ഇപ്പം നമ്മൾ ഗ്രാൻഡ് പ്ലേസിൽ ഇറങ്ങിയ ആ സമയത്ത് തന്നെ നമ്മൾ പോയത് ഈ വാഫിൾ ഫാക്ടറിയിലാണ്. അവിടുന്ന് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രോ, വ്യത്യസ്ത രീതിയിലുള്ള സ്ട്രോ, അത് കൊള്ളാം. പിന്നെ നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ വിപ്പ് ക്രീമും പിന്നെ ഇതും കാരമലും ഇട്ടുള്ള ഒരു ഹോട്ട് ചോക്ലേറ്റ്. ഇത് എങ്ങനെ ഉണ്ടാവും നോക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചിട്ട് പറയും. നല്ല വെയിലാണ്. വൈറ്റ് ചോക്ലേറ്റ് അല്ല, വൈറ്റ് അല്ല, സോറി, മിൽക്ക് ചോക്ലേറ്റ്. എങ്ങനെയുണ്ട്? ഭയങ്കര വെയിലാണ്. ടേസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ലേ? ഞാനൊന്ന് കഴിച്ചോട്ടെ. ഗ്രാൻഡ് പ്ലേസിൽ കാഴ്ചകൾ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബിൽഡിങ്സ്, നല്ല കാണാൻ ഭംഗിയുള്ള ബിൽഡിങ്സ്, പിന്നെ റോഡിനോട് ചേർന്ന് നീട്ടി കസാരകളൊക്കെ ഇട്ടിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ്, എല്ലായിടത്തും വാഫിൾസും ഇതേമാതിരി തന്നെ മധുരം കൊണ്ടുള്ള പലഹാരങ്ങളാണ്. ഏതൊരു രാജ്യത്തെ പോലെ തന്നെ അവിടുത്തെ മെയിൻ ടൗൺ സ്ക്വയർ, ബ്രസൽസിലുള്ള മെയിൻ ടൗൺ സ്ക്വയറാണ് ഗ്രാൻഡ് പ്ലേസ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലം കൂടെയാണ്. ബേസിക്കലി ഇവിടുത്തെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിനൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രാൻഡ് പ്ലേസ്. ഭക്ഷണം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ, അതായത് ഫ്രൈസ് ആണ് കേട്ടോ. ഫ്രൈ ടെറി ഇവന്മാർ ഭയങ്കര ഫേമസ് ആണ് എന്നാണ് സ്വാതി പറഞ്ഞത്. ബെൽജിയം ഫ്രൈസ് ഫേമസ് ആണ്. ഇവന്മാർ ഫേമസ് ആണോ? യൂട്യൂബിൽ കണ്ടു. ഓക്കെ, യൂട്യൂബിൽ കണ്ടു. അപ്പം നമുക്ക് ഫ്രൈസ് ഒരെണ്ണം മേടിച്ച് നോക്കാം. തിരക്കുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫെറി ഫ്ലൈറ്ററി. മനസ്സിലാവില്ല, പക്ഷെ എന്നാലും ഫ്രഞ്ച് ആവുണ്ടല്ലേ. ഫ്രഞ്ച് അതിൻ്റെ അപ്പുറത്തെയാ. എല്ലായിടത്തും ക്യൂ കാണാറുണ്ട് ഫ്രൈസിന്. കഴിച്ചു നോക്കാം. സോഫ്റ്റ് അല്ലേ? പക്ഷേ ഇത് കറി സോസ് എന്ന് പറഞ്ഞേ, പക്ഷെ എന്നാലും അതിൻ്റെ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് കറി സോസിൻ്റെ അത് വരുന്നില്ല. കഴിച്ചു നോക്കാം. കാലത്തൊരു ശകലത്തിൽ ഇവിടെ നമ്മളെ ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ BXL11 പഴയ വണ്ടിയാണ്, പക്ഷേ ഈ ലിറ്ററിക്കാണ് ഉണ്ടല്ലോ. മിക്കവാറും എല്ലായ്പ്പോഴും ടൗൺ സ്ക്വയർ തിങ്ങി നിറഞ്ഞപ്പെട്ടാണ് കാണാറുള്ളത്. വെഹിക്കിൾസ് ഒന്നും ഒരുപാടൊന്നും ടൗൺ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പിന്നെ കുറേ ഇങ്ങനത്തെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗ്രാൻഡ് പ്ലേസിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു മോണുമെൻറ്റ്. ബെൽജിയം ഹീറോ ആയിട്ടുള്ള എവറാർഡിൻ്റെ ഒരു മോണുമെൻ്റ് ആണത്. അവിടെ ഫുള്ള് എന്തൊക്കെയോ മ്യൂസിക് പരിപാടി നടക്കുന്നുണ്ട്. ബാക്കിലൊരു പരിപാടി, അവിടെ വേറെ പരിപാടി, ഫുള്ള് വൈബാണ്. എന്താ കഥ? ടവർ ഇതിന്റെ ഈ സൈഡ് ഡൈമെൻഷൻ വ്യത്യാസമുണ്ട്. അതൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാ. അത് അറിഞ്ഞിട്ട് ആർക്കിടെക്റ്റിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. ഞാനൊക്കെയാന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യില്ല. ശരിയാണല്ലോ, ഇവിടുന്ന് എണ്ണി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ കുറവുള്ളൂ. ശരിയാ. അപ്പൊ എന്തുട്ടാ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ആൾക്ക് അറിഞ്ഞൂടാ? എണ്ണിയ പോരെ സാധനം, ആർച്ചുകൾ. പിന്നെ സിമ്പിൾ സാധനം, സിമ്പിൾ മിസ്റ്റേക്ക്. ഇതാണ് ടൗൺ സ്ക്വയർ. അവിടെ എന്താ പരിപാടി? കളി നടക്കണ്ടല്ലോ. ഇലക്ട്രിക് വണ്ടിയാണ്. അതൊരു ടൂറിസ്റ്റിക് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മോഡല്. വലിയ വീലും പഴയ കാലത്തെ വണ്ടിയുടെ ഒരു സെറ്റപ്പ്. അടിയിൽ മോട്ടറാണ്. ഇവിടെ ഒരു ബെൽജിയം കല്യാണം നടക്കുന്നുണ്ട്. നമ്മളവിടെ കയറി കൂടിയിട്ടുണ്ട്. ഇലയിടുമ്പോൾ സദ്യ കിട്ടുമെന്ന് അറിയില്ല. കല്യാണക്കാരുണ്ടാ? റോൾസ് റോയ്സിന്റെ പഴയ ഫാൻറ്റം കല്യാണക്കാരാണ്. ഓക്കെ, ഈ കഥക്ക് എൻ്റെ പഴക്കം നോക്കിയേ,
തുരുമ്പിച്ച് ലെയറൊക്കെ പോയി അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച് എൻ്റെ പൊന്ന് എഴുതിച്ചിട്ടുണ്ട് 1698 കാലഘട്ടത്തിലൊക്കെ പണി കഴിപ്പിച്ച ബിൽഡിങ്ങാണ്. വാഫിൾസ് ഉണ്ടാക്കുന്ന യന്ത്രം, അതാണ് വാഫിൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാഫിൾസ് ഉണ്ടാക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്. അതാണ് സോഫ്റ്റ് ആയിരുന്നത്. ഇത് കുറച്ച് കട്ടിയുണ്ടല്ലേ? വേറെ ടൈപ്പ് വാഫിളാണ്. ഓക്കെ. എൻ്റെ ജിം കുലദൈവങ്ങളെ ക്ഷമിക്കണേ, എന്നെ ജിം കുലദൈവങ്ങൾ ശപിക്കട്ടെ. നമ്മള് ബ്രസൽസിലെ അടുത്ത ഫേമസ് സ്ഥലമായിട്ടുള്ള മാനിക്കൻ പിസിലാണ് കാണിക്കാറ്. മാനിക്കൻ പിസ് എന്ന സംഭവം, മാനിക്കൻ പിസ് ഇംഗ്ലീഷിൽ ലിറ്റിൽ പിസിംഗ് മാൻ, ഏകദേശം 2 അടി നീളമുള്ള ഒരു വെങ്കല ശില്പമാണ്. ടർക്കിഷ് ഔട്ട്ഫിറ്റാണ് എന്ന് അതിനെന്താ ടർക്കിഷ് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ടർക്കിഷ് ഫ്ലാഗ് കൂടെ വെച്ചിരിക്കുന്നത് മാനിക്കൻ പിസിൻ്റെ. അടുത്ത ഞങ്ങളുടെ ബെൽജിയത്തിലെ ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള അറ്റോമിയത്തിലേക്കായിരുന്നു യാത്ര. അപ്പോൾ കുറേ കൺഫ്യൂഷൻസും പിന്നെ കുറേ എന്താ പറയുക ഡൗട്ടൊക്കെ ആയിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ഫൈനലി നമുക്ക് സ്കാൻ ചെയ്യാനൊരു സ്ഥലം കിട്ടി. എക്സിറ്റിലാണ് സ്കാൻ ചെയ്യുക. ആക്ച്വലി സാധനം വർക്കാവുന്നുണ്ട്, കുഴപ്പമില്ല. 60 മിനിറ്റാണ് പെർ ഒരു ടിക്കറ്റ് വാലിഡ്. അപ്പോൾ പിന്നെ 60 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറും. ഇപ്പം നമ്മൾ നമ്മുടെ ബെൽജിയം എന്താ പറയുക ആർക്കിടെക്ചറിൻ്റെ വേറിട്ട ഒരു സംഭവം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാട്ടൊക്കെ വെച്ചിട്ട് വൈബൊക്കെ തന്നെയാണ്. പക്ഷേ അഗെയിൻ നല്ല വെയിലുള്ള ദിവസമുണ്ടോ, അതന്നെ വലിയൊരു നല്ല വെയിൽ കിട്ടിക്കാച്ചി. നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം 335 ഫീറ്റ് ഉയരമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീല് ബോൾ ലൈക്ക് ഒരു സ്ട്രക്ചറാണ്. ഫുള്ളി കണക്റ്റഡ് ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനും പറ്റും. സ്റ്റെയർസ് ആണോ ലിഫ്റ്റാണോ എങ്ങനെയാണ് സംവിധാനം നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ വച്ച് പിടിച്ചിരിക്കുന്നത്. സെറ്റപ്പാണ്. ഇവിടെ ഗ്ലാസ്സിൽ ഐസൊക്കെ ഇട്ടിട്ട് അവർ ഡിസ്റ്റിൽ മേടിച്ച 2.5 ആക്ച്വലി ഞാൻ കാലത്തധികം ആൾക്കാരില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചെറുതായി തിരിച്ചിരിക്കുന്നു. അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ട്. ക്രൗഡ് കൂടുതലാണ്. ചെറിയ എന്താ പറയുക സ്ട്രീറ്റുകൾ, എന്താ പറയുക ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും എല്ലാവിധം ആൾക്കാരുള്ള ഒരു മിക്സ്ഡ് ഒരു സെറ്റപ്പാണ് ഇവിടെ. ഉണ്ടല്ലേ? ഈ റോഡ് മൊത്തം ഇതിനു വേണ്ടി ഓപ്പൺ. അറ്റോമിയ അതാണ് ഇതിലെ ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന എസ്കലേറ്റർ. ഓഹോ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. അത് പോകാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ എസ്കലേറ്റർ ആയിട്ട് നമ്മൾ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്ത് നമ്മൾ അറ്റോമിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. വഴി നമ്മൾ തികച്ചും നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. വലിയ വഴി സാധ്യത ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ കറങ്ങി അറ്റോമിയ പോകണം. ഇയാൾ വരച്ച് ഇയാളുണ്ടാക്കിയ ഡിസൈനാണ്. ഇങ്ങനെ വേണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഡൈനിങ് വേണമെന്നായിരുന്നു. കുഞ്ഞ് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതിൻ്റെ ഒരു എന്താ പറയുക എക്സിബിഷൻ എങ്ങനെയാണിത്, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ കേട്ടോ. ഇതിലൊക്കെ എസ്കലേറ്റർ ഉണ്ട്. ഇങ്ങോട്ടുണ്ടോ എനിക്കറിയില്ല. ഇവിടെയൊക്കെ എസ്കലേറ്റർ. നമ്മളിപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിലാണ്. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ എൻട്രി ഇല്ല. അതാ പോകുന്നു. ഇതാണ് ആ പൈപ്പ്. വിജയ്, ഇതാണ് ആ പൈപ്പ്. മേലേക്ക് പോകുന്ന പൈപ്പ്. സ്റ്റേഴ്സാണ് ആക്ച്വലി. പക്ഷെ ഇങ്ങോട്ട് എൻട്രി ഇല്ല. വേറെ ഉണ്ടാവും. ഇതിലുണ്ടല്ലോ. ഇവിടെയൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഡിസൈൻസ് സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റം നൈസ്.
അറ്റോമിയത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ലൈറ്റോസ്കി ഒക്കെ പോയല്ലോ, നല്ല വെയിലായിരുന്നു. നമ്മളിപ്പോൾ എന്താ പറയുക എലിവേറ്റർ കയറിയിട്ട് നല്ല മേലത്തെ എന്താ പറയുക പനോരമിക് വ്യൂ കാണാൻ വേണ്ടി മേലെ വന്നിരിക്കുകയാണ്. അറ്റോമിയത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായപ്പോൾ നേരെ ഗ്രാൻഡ് പ്ലേസിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ കാലത്ത് വന്ന അതേ സ്ഥലം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് വന്നതാണ്. ഇപ്പം നമ്മൾ ഉള്ളത് ഒരു ജയൻറ്റ് വീലുണ്ട് ഇവിടെ ആക്ച്വലി. അപ്പോൾ ജയൻറ്റ് വീലിൻ്റെ സൈഡിലാണ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക വീട്ടിൽ കയറി ചെക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. റാഡിസണിൽ സ്റ്റേ വന്നായിരുന്നു കേട്ടോ. റാഡിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിറ്റീവ്ലി വേറെ സ്റ്റേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റാഡിസൺ കുഴപ്പമില്ല, റേറ്റൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ആക്സസിബിലിറ്റി. തൊട്ടപ്പുറത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ആക്സസിബിലിറ്റിയാണ്. നമുക്ക് ടൈം നഷ്ടമാവുന്നില്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിക്കാം. അപ്പോൾ നല്ലൊരു സ്റ്റേ ആയിരുന്നു. പിന്നെ വലിയ റൂമായിരുന്നു, ബാക്കി സൗകര്യങ്ങളൊക്കെ ഒന്നായിരുന്നു റാഡിസൺ. ബ്രസൽസിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാ? ബ്രുജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതൊരു നല്ലൊരു എന്താ പറയുക ലാൻഡ്സ്കേപ്പും നല്ലൊരു ഭംഗിയുള്ളൊരു ചെറിയൊരു നഗരമാണെന്നാണ് കേൾവിപ്പെട്ടത്. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ച് രാത്രി ഏകദേശം 8 മണി ആ സമയത്താണ്. അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു ട്രെയിൻ പിടിച്ച് ഏകദേശം 1 മണിക്കൂറിന് മേലെ ജേർണി ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി പിന്നെ അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ ബസ്സേ. ബ്രൂഷിലെ എന്ത് കുഞ്ഞ ബസ്സാ, ഇലക്ട്രിക്. നമ്മുടെ അവിടുത്തെ ഇലക്ട്രിക് 100% അല്ലേ? ഓക്കെ, അത് കൊള്ളാം. വളരെ കുഞ്ഞൊരു ബസ്. ബ്രുഹേ, അതായത് നമ്മൾ ബ്രൂജസ് എന്ന് പറഞ്ഞു, പിന്നെ എന്താ ബ്രൂജ് എന്ന് പറഞ്ഞു, ബ്രുഹേ എന്നൊക്കെ പറഞ്ഞു. ഇത് ബ്രുഹേ എന്നാണ് ട്രെയിൻ എന്ന് പറഞ്ഞത്, ഇവരുടെ പ്രൊണൗൺസിയേഷൻ. റെയിൽവേ സ്റ്റേഷൻ എത്തി. അത്യാവശ്യം എന്താ പറയുക നല്ല തിരക്കുള്ള കുറേ ട്രാക്കുകളുള്ള കുറേ ട്രെയിനുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇനി നമ്മൾ ഈ ബ്രുഹേ ടൗണിലെ കാഴ്ചകളും കാണാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നെത്തിയ പാടെ തന്നെ കണ്ടത് വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ എന്താ പറയുക 100-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള പല വിധത്തിലുള്ള സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതായി കണ്ടു. വന്ന ദിവസം പ്രമാണിച്ചിട്ട് ഇവരിവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ നടത്തുന്നുണ്ട്. പഴയകാല സാധനങ്ങളൊക്കെ പിന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നോക്കി അവിടെ ഇത് മാറ്റ് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിക്കൊരു സിനിമ കഥ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഇത് കണ്ടിട്ട് എന്താണ് നമ്മള് ഇതേപോലെ ട്രാവൽ ചെയ്ത് യൂറോപ്യൻ മാർക്കറ്റിൽ വരുന്നു. ശരി, ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇതേപോലെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്ന് ഒരു ഇവിടെ ഒക്കെ ഉണ്ട് ഇതേപോലത്തെ ഒരു ഡോള് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് പോകുന്നു. വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. പ്രേതം ഫ്രഷ് തന്നെ, വളരെ ഫ്രഷ്. ഇത് എവിടെയും കാണാത്തൊരു കഥയാണ്. കാലത്ത് എന്തോ ഒരു ഇതാണ്. അതുകൂടി വിൽക്കാൻ വെച്ചിരുന്നു 60. അതിന് 60 യൂറോ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ പഴയ സാധനങ്ങളാ. ഇതൊക്കെ പഴയ സാധനങ്ങളാ. എന്റെ പറയാൻ പോകുന്നു ഞാൻ പറയാമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ശവപ്പെട്ടി കൂടി പഴയത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു എത്ര സാധനങ്ങളാണ് ഈ മറ്റേ നമ്മുടെ ഈ തലയണമായുള്ള സാധനമൊക്കെ പഴയത് അത് വിൽക്കാൻ വെച്ചേക്കും. പശുവിന്റെ തോല് വിൽക്കാൻ വെച്ചേക്കും. ഈ എന്തൊക്കെ സാധനങ്ങൾ എൻ്റെ അപ്പുറത്ത് ഇതാണ്ടാ ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കനാൽ. നല്ലൊരു എന്താ പറയുക നല്ലൊരു തണവൊക്കെ ഉള്ള ഒരു നല്ലൊരു വെതറാണ്. അതുകൊണ്ട് നൈസാണ്. ചർച്ചിൻ്റെ ഉള്ളിലേക്ക് വന്നത് കേട്ടോ. ഒരു കന്യാസ്ത്രീ അങ്ങോട്ട് നടന്നിട്ട് പോകുന്നുണ്ട്. മൊത്തം ഒരു നീല കളറിലുള്ള കഥകും മൊത്തം ഫുള്ള് സറൗണ്ടിങ്ങിൽ ഇങ്ങനത്തെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഫുള്ള് ഈ ബിൽഡിംഗ് ആണ്. നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ സൈഡിലൂടെയുള്ള ഒരു ചർച്ചാണ് ഇത്. എന്താ പറയുക ബാക്കിൽ കാണുന്നത് വലിയൊരു ചർച്ച, ചെറിയ ചർച്ചാണ്. പക്ഷേ പള്ളിപ്പണിയൊക്കെ നേരത്തെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഇങ്ങനത്തെ പുരാതന സാധനങ്ങളുണ്ട് ഇല്ലേ. അത് കാരണം കൊണ്ടാണ് അവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത്. അത് ഇഷ്ടംപോലെ പുരാതന സാധനങ്ങളുണ്ട്. പുരാതന ഒരു സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ബാക്കിൽ കാണുന്നത് മൊത്തം
നല്ല കളറില്ല, അത് ഇഷ്ടിക അങ്ങനെ വെച്ചിട്ടുള്ള നല്ല കളർഫുൾ ഒരു ഫോട്ടോ സെറ്റപ്പാണ്. എല്ലാവരും വന്ന് ചറവറ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ ആണ് ഇവിടുത്തെ മെയിൻ. പിന്നെ നല്ല ഗ്രീനറിയും കാണാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറും അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ബ്രൂഷ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയാണ്. സോ ബേസിക്കലി കുറേ നിരവധി യാത്രക്കാർ നമുക്കിവിടെ കാണാൻ പറ്റി. സിറ്റി ടൂറിൻ്റെ വണ്ടി ഉണ്ടല്ലേ, കാണാൻ ഒരു വെറൈറ്റി സാധനം. പള്ളി കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് നടക്കുമ്പോൾ രണ്ട് സൈഡും ഫ്രൈഡ്സ്, സുവനീർ ഇതിൻ്റെയൊക്കെ കടകളാണ് കേട്ടോ മൊത്തത്തിൽ. പള്ളികളും പഴയ പുരാതന ബിൽഡിങ്ങും ചെറിയ കനാലും ബോട്ട് റൈഡും എന്താ പറയുക നല്ലൊരു കുഞ്ഞൊരു നഗരം. കുറേ കുതിരകൾ ഉണ്ട്, സിറ്റി ടൂറ് കാര്യങ്ങൾ, ആൾക്കാർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ സിറ്റി മൊത്തം ഇങ്ങനെ കണ്ടു നടക്കുന്നു. ബെൽജിയം ചോക്ലേറ്റ് ഒരു ഷോപ്പിലാണ്, നിരവധി വെറൈറ്റി ചോക്ലേറ്റ് അതിൻ്റെ ഒരു ശേഖരമാണ്. ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ഇതൊക്കെ കട്ടി എന്തൊക്കെ വെച്ചിരിക്കുന്നു. പല പല ഷേപ്പിലും പലവിധ ഇതിലും ചോക്ലേറ്റ്സ്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒറ്റ ടൗണിനെ ചുറ്റപ്പെട്ടിട്ട് ഇഷ്ടം പ്രകാരം എന്താ പറയുക സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതായത് ഹിസ്റ്റോറിക് സെൻറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് സ്ക്വയർ, കനാൽ ടൂർസ്, അതായത് ചെറിയ ചെറിയ ബോട്ട് ടൂർസ്, പിന്നെ ബാസിലിക്ക, പിന്നെ ചർച്ച്, വേറെ എന്താ പറയുക പിന്നെ വേറെ ഇങ്ങനെ ഇപ്പോൾ കാണുന്ന പോലത്തുള്ള ചെറിയ ചെറിയ മ്യൂസിയംസ്. അതായത് പണ്ട് കുറേ കാലത്തിന് മുന്നേ താമസയോഗ്യമായിരുന്ന ഒരു സ്ഥലമാണിത്. വളരെ പഴക്കം ചെന്ന ഒരു സ്ഥലം. സോ അങ്ങനെയുള്ള കുറേ ബിൽഡിങ്സ് കൂട്ടം കൂട്ടമായിട്ട് നമുക്ക് നടന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണിത് മൊത്തം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമായിരുന്നു ബ്രൂഷ്. നമ്മൾ വിശാലമായ ടൗൺ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നടുവിൽ ചറവറ സ്ഥലം, പിന്നെ സൈഡ് മൊത്തം വലിയ വലിയ ബിൽഡിങ്ങും നിരവധി ആൾക്കാരും. ബ്രൂഷ് നഗരത്തോട് വിട പറഞ്ഞുകൊണ്ട് പ്രശാന്തും സ്വാതിയും തിരിച്ച് ബ്രസൽസ് എയർപോർട്ടിലേക്ക് ട്രെയിൻ പിടിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ബാക്ക് ടു അവർ വർക്ക് കൺട്രി ഡബ്ലിൻ, അയർലാൻഡ്. അപ്പോൾ നമ്മൾ തിരികെയാണ്. ട്രെയിൻ ഒരു 3:30 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ കയറി പിടിച്ച് നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ ബെൽജിയത്തിലെ ഒരു ടിപ്പിക്കൽ മാർക്കറ്റാണ്. ആസ് യൂഷ്വൽ മദ്യശാലകളാണ്, ഇഷ്ടം പ്രകാരം വെറൈറ്റി ഓപ്ഷൻ ബെൽജിയൻ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. വളരെ നല്ല ആൾക്കാരാണ് ബ്രസൽസിലെ എയർപോർട്ടിലെ സ്റ്റാഫുകളും പിന്നെ ഇമിഗ്രേഷനൊക്കെ. നല്ല സ്മൂത്ത് ആൻഡ് ഇതാണ്, ഒരു നല്ല സ്മൈലായി ചിരിച്ച് നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലെത്തി. ബാക്കി എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ തിരിച്ച് ഡബ്ലിനിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ യാത്രാ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.